ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി റെസിപ്പിയാണ്. മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തൊലി മാറ്റിയതിന് ശേഷം നേർ പകുതിയെ കട്ട് ചെയ്യണം. 3 പഴം ഇതേപോലെ നെടുക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നെടുക കീറി കൊടുക്കണം. ഇതിങ്ങനെ നമുക്കിതൊരു ഫില്ല് ചെയ്യാനുള്ളതാണ്. നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ എന്നുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പഴം അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പഴം ഇതേപോലെ മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഒരു കൂട്ട് തയ്യാറാക്കണം. കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഒരു ഗോൾഡൻ കളറാവട്ടെ. ഇനി ഇതിലേക്ക് അരമൂടി തേങ്ങ ചുരുകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്ക പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇടാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നോൺ സ്റ്റിക്ക് ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ എന്ന അളവിൽ. എന്നിട്ട് 2 മുട്ടയൊന്ന് നമുക്ക് കൊത്തി വറുത്തെടുക്കണം. കോഴിമുട്ട ഇതേപോലെ ചേർത്തി കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊരു ഹെൽത്തിയും കൂടിയാണ്. മുട്ടനൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് നമ്മൾ തേങ്ങയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പൊക്കെ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നെടുകെ കീറിയ പഴത്തിലേക്ക് നമ്മുടെ കൂട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ കൂട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. ഉള്ളിലേക്ക് അമർത്തി കൊടുക്കുക കേട്ടോ. വേണ്ട നമ്മൾ ഫില്ല് ചെയ്തെടുത്തു കേട്ടോ. പഴം എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോസുമായിട്ട് വരാം.